ജസ്ക ഈ വഴിയൊക്കെ കണ്ടിട്ട് നമുക്കൊരു ഓൾ ഇന്ത്യ അടിച്ചാലോ? നേരെ പോയേക്കാൻ കൂടുതൽ ആലോചിക്കുന്നുണ്ട് അല്ലേ? നേരെ അവിടെ നിന്ന് ഗുജറാത്ത്, അവിടെ നിന്ന് ഹരിയാന, അവിടെ നിന്ന് നേരെ ഡൽഹി, ഗുർഗാവ്, അങ്ങനെ നോക്കണ്ട. അപ്പൊ നമ്മള് പോയേക്കാണ് നേരെ ഓൾ ഇന്ത്യ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തത് തന്നെ നമ്മള് ഏത് സ്ഥലത്താണ്? ചെട്ടിനാട് എന്നങ്ങോട്ട് ഓളില്ലേ. അപ്പൊ ഓക്കെ അല്ലേ? ആപ്പിൾ വരെ പറഞ്ഞു. നാഗാലാൻഡിൽ എന്നൊക്കെ അതൊരു കുട്ടി അവിടെ പറഞ്ഞല്ല പേരെന്താ സന്നെ ആരെങ്കിലും അവിടെ പോയി അവളെ കണ്ട് നാഗാലാൻഡിൽ നിന്ന് അവളെയും പൊക്കി നേരെ ഓളിന്റെ അടിച്ച് മഞ്ഞും കണ്ടിട്ട് പോട്ടെ കത്തിച്ചു വിടുവാ. അപ്പൊ ആളില്ല കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ട് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്താണെന്നറിയോ? റോഡ് കണ്ടില്ലേ? ഓപ്പൺ റോഡ്, സ്പീഡ് കണ്ടില്ലേ? നമ്മളെ കണ്ടില്ലേ? പക്ഷെ ക്യാമറ ഇല്ല, ഒന്നുമില്ല, നല്ല റോഡ്, യാത്ര കറക്റ്റ് 200 കയറൂലെന്നാണ് ഫാസിലിക്ക പറഞ്ഞത്. നമ്മളെ സമ്മതിക്കല, നമ്മളെ കറക്റ്റൊക്കെ എന്താ 200 കയറിയാല് എന്താ നമ്മള് ഓപ്പൺ റോഡ് ഇവിടെയാ ആവിക്കാം. ഓപ്പൺ റോഡ് ഇന്ത്യ. ചെട്ടിനാടിൽ നിന്ന് തമിഴനിടിച്ച് പറത്തിയ കേസിൽ ചെട്ടിനാട് രാജാവാണ്. തമ്പുരാൻ തമ്പുരാൻ. കേരളത്തിൽ നിന്ന് ഒരു ഡേ ഫുള്ള് നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് ചെട്ടിനാടോട്ട്. പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ ഫുഡൊക്കെ അടിച്ചാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെട്ടിനാട് ഒരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ചെട്ടിനാട് ഒരു റിസോർട്ടാണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ മാക്സിമം എല്ലാവരും കാണുക. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെൽക്കം. Built approximately 1870. This key has got double eraser like this and both ways. താക്കോല് എന്താണ്? Very big key. Color, no? Naturally. നാളുടെ ഫാദറും that particular cupboard is to keep only pillows. Those two big pillow cupboard. അതെ. അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. 1, 2, 3, 4. നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഈ സാറിൻ്റെ ഓൾഡ് പാരൻസ് ഒക്കെ താമസിച്ചിട്ടിരുന്നത്, ഗ്രാൻഡ് ഫാദറൊക്കെ താമസിച്ചിട്ടിരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഒരു കൊട്ടാരം തന്നെയാണ്. പിന്നെ ആളിപ്പോൾ താമസിക്കുന്ന വീട് ഇതാണ്. ഒരു പുള്ളിയുടെ ജീപ്പിലാണ് നമ്മളെ കൊണ്ടുവന്നേക്കുന്നത് അല്ലേ ചാത്തേ? അപ്പോൾ ഒരു ജീപ്പാണ്, സാറിൻ്റെ ജീപ്പാണ്. പിള്ളേർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീപ്പിൽ റൈഡ് ആക്കുന്നു. ഓ വാട്ടർ ഫുൾ ചെയ്യാം. അവിടെ ഫുൾ പണ്ടേ ജീപ്പ് വരാം. ഇതാണ് ചെട്ടിനാട് നമ്മൾ താമസിച്ച റിസോർട്ട്. ഇതാണ് റിസോർട്ടിൻ്റെ ഓണർ. പുള്ളിയുടെ വീട്ടിലാണ് നമ്മൾ പോയത്. ഇപ്പൊ ചെട്ടിനാട് നമ്മൾ വന്നേക്കുന്നത് സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിക്കാനുണ്ട് ഇവിടെ. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഫുഡ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഇന്ത്യയിൽ തന്നെ ചെട്ടിനാടാണെന്ന് നമ്മൾ ഗൂഗിളിൽ കേട്ടു. അതില് ഏറ്റവും ബെസ്റ്റ് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അന്വേഷിക്കാനാണ് നമ്മൾ വന്നേക്കുന്നത്. അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നാണ് റിവ്യൂ ഉണ്ടായിരുന്നത്? അതിന്റെ പേരാണ് പ്രിയാമിസ്. 26,000 റിവ്യൂ ഉണ്ട്. അപ്പൊ എന്തായാലും നല്ലതെന്ന് പറഞ്ഞു. ഞണ്ട്, കൂന്തല്. എന്താണെന്നറിയാൻ വേണ്ടി നമ്മൾ ചെട്ടിനാടിന്റെ ടൗണിലൂടെ യാത്ര ചെയ്യുന്നു. ട്രാവൽ വിത്ത് പാർക്കിങ്ങിൽ വന്നപ്പോൾ തന്നെ നിറച്ച് വണ്ടികളുണ്ടോ, നല്ല തിരക്കുണ്ട്. എന്തായാലും ചെന്ന് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും. ഇതാണ് സാധനം. ഇതാണ് നമ്മൾ കണ്ടേക്കുന്നത്.
തിരക്ക് കുറവാന്ന് തോന്നുന്നു അല്ലേ? അത് 2 കിലോ നല്ല തിരക്കാണ്. 2 കിലോ സീറ്റ് കിട്ടിയിട്ട് നോക്കുകയാണ്. മനോരമയിലൊക്കെ വന്നിട്ടുണ്ട് ട്രാവൽ. ഒരുപാട് പേരിവിടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ റൈസ് വൈറ്റ് റൈസ് ആയിരിക്കുമല്ലോ അച്ഛാ? കുഞ്ഞി റൈസ് വരട്ടെ. നല്ല വാഴയിൽ വന്നിട്ടുണ്ട്. ഇതാണ് 2 ഓപ്പൺ 1 2 കറി ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ വൈറ്റ് റൈസ് ആണ്. ഇതാണ് ഞങ്ങളുടെ അക്ക. നാട്ടുകോഴി ഗ്രേവി ആ പോരട്ടെ. അല്ലല്ല നാട്ടുകോഴി. ആ 2 തീർന്ന് ഭയങ്കര ഇതായി പോയിട്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ 2 കിലോ. ഞങ്ങളുടെ നാട്ടിൽ നണ്ടൊന്നും ഇല്ലേ? മലയാളി നാട്ടുകോഴിയുടെ ഗ്രേവി ഒന്നും പറയാനുള്ള അടിപൊളി. രക്ഷയില്ല. എങ്ങനെയുണ്ട്? ഗ്രേവി മാത്രം അടിച്ചപ്പോൾ തന്നെ ഞണ്ടില്ലാത്തോണ്ടേ ആ അക്കയുടെ വഴക്കുണ്ടാകും. ആരെ കൺട്രി ചിക്കൻ mutton chops, അവിടുത്തെ prawn. ആ ഇത് வந்து 160. തുച്ഛ റേറ്റ് എന്തോ കുഴപ്പമില്ല. എന്താ റാബിറ്റ് വേണ്ടല്ലോ നമുക്ക്. ഒരുപാട് അതോട് വെച്ചിട്ടേ ആ മട്ടൻ Mutton chop, മാത്രം mutton. മട്ടൻ ഫിഷ് ആരും Fish fry. Chettinad chicken. ആ തീർച്ചയായിട്ടും. പിന്നെ മട്ടൻ മാത്രം എടുത്തിട്ട് ആ പാത്രോട് വെച്ചു. Mutton talakari. വേണ്ട. ആ ഒന്ന് കഴിക്കില്ല. പ്രോൺസ് പോട്ടെ. ഇനി ഇത് മാത്രമായിട്ട് വെക്കണ്ടല്ലോ. റാബിറ്റ് വേണം. വേണം. ഏ കുയില ഫിഷാ കുയിലിന് തന്നെ കാട വേണ്ട இது நல்லா இருக்கும். കാടയാണ്. சரி குடுங்க. போங்க. ചോറ് എന്താണ് ഇത്രയും പറഞ്ഞിട്ടുണ്ട്. 7 വെക്കില്ല. ആദ്യം തന്നെ മീൻ ചാറ്. അലമ്പുണ്ടാക്കല്ലേ സൗണ്ട് ഇവിടെ രക്ഷയില്ല. ക്വാണ്ടിറ്റി കുറവാണ്, കുറച്ചേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ കയ്യിലെടുത്ത് ടേസ്റ്റ് ആവും. ഭയങ്കര ഗ്രേവി ഇവിടുത്തെ, നല്ല തിക്ക് ഗ്രേവി. ഇതോടെ എടുക്കുക. ചിക്കനാണ്, മട്ടനാണ്. മട്ടൻ തോട്ടാച്ചു. ഇതെന്താ ഫ്രൈ എന്താ? രണ്ട് ഗ്രേവിയോ? ഫിഷ് ഗ്രേവി. சிக்கன் கிடைச்சிக்கிறதுங்க. ഒരു ഫിഷിന്റെ ഫ്രൈ, ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. തിക്കാണ്. പിന്നെ ഒരു കാര്യം പറയാം, ചെട്ടനാട് വന്നു കഴിഞ്ഞാൽ ആരും പട്ടിണി കിടന്ന് കഴിക്കില്ല. അതുപോലെ ഫുഡ് കഴിക്കാം. ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലേ ജാസിക? കഴിക്കാൻ മാത്രം ഇവിടെ ഇല്ല. നൈസായിട്ട് കഴിക്കാം. ഓക്കെ ശരി. അപ്പോൾ നമ്മളങ്ങനെ ചിട്ടനാടുന്ന് തിരിച്ച് നാട്ടിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ അതിലെ പോകുമ്പോഴുള്ള ഒരുപാട് കാഴ്ചകളാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെട്ടനാട് വരുമ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ചെട്ടനാട് പാലസുകൾ, ഒരുപാട് പാലസുകളുണ്ട് നമുക്ക് കാണാൻ. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നല്ല ഫുഡുകൾ കിട്ടും. ഒരു കാമാൻ പീസ്ഫുൾ ആംബിയൻസ് ഉള്ള ഒരു നാടാണ് ചെട്ടനാട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് വേസ്റ്റ് ആവില്ല. തീർച്ചയായിട്ടും ചെട്ടനാട് വന്ന് നിങ്ങൾക്ക് ഒരു 2 ദിവസം എക്സ്പ്ലോർ ചെയ്ത് പോകാനുള്ളതുണ്ട്. നല്ല റിസോർട്ടുകളുണ്ട്. ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടൊക്കെ വന്ന് നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ പാലസൊക്കെ കണ്ട് ചെട്ടനാട് ഒരു 2 ഡേയ്സ് ട്രിപ്പ് അടിച്ച് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും കാണുവാണെങ്കിൽ എന്തായാലും ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ താങ്ക് യു.